നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം ലൂസ് ടോക്കിലേക്ക്. ചേട്ടാ, ഇന്നത്തെ ഒരു പ്രധാന വിഷയമുണ്ട്. നമുക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്നാണ് ലോക്സഭയിൽ അത് അവതരിപ്പിച്ചത്. എന്തായാലും പ്രതിപക്ഷം അക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം അവിടെ ഉയർത്തി. ഏതായാലും ഇടപെട്ടു. ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ജെ പി സിക്ക് അയക്കാമെന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെ പറഞ്ഞു. കൂടുതൽ ചർച്ചകൾ നടത്തണമെന്ന് അമിത്ഷാ പറയുന്നു. അത്രയും വലിയൊരു വിഷയമാകുമ്പോൾ ജെ പി സിക്ക് വിടുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതിപ്പോൾ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതിയാണല്ലോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ ഭേദഗതി പാസ്സാകണമെങ്കിൽ 2 സഭകളിലും 3-2 ഭൂരിപക്ഷം വേണം. നിലവിലെ സർക്കാരിനെ സംബന്ധിച്ച് 3-2 ഭൂരിപക്ഷം 2 സഭയിലും ഇല്ല. മാത്രമല്ല പ്രതിപക്ഷം എഗ്രി ചെയ്താൽ മാത്രമേ ഇത് പാസ്സാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാസ്സാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ തോതിൽ. ഇത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് അതിഭീകരമായിട്ടുള്ള പ്രോസസ്സിങ്, അത് രണ്ടാമത് ഒരുപാട് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നത്, കാലതാമസങ്ങൾ, അതുപോലെ തന്നെ പണം, ഇതിനുവേണ്ടി ചെലവാകുന്ന പണം അധികമായി വരുന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും ഇലക്ഷൻ അല്ലേ, ഏതെങ്കിലും ഇലക്ഷൻ അല്ലേ? ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞു. ഇവർ 1.5 വർഷം മാത്രമാണ് ഇപ്പൊ അധികാരത്തിൽ MLA ഇരിക്കുള്ളൂ. തൊട്ടടുത്ത 1.5 വർഷത്തിനുള്ളിൽ അടുത്ത ഇലക്ഷൻ വരികയാണ്. അതായത് ഒരു രാജ്യത്തെ സമയം, അതും ഇന്ത്യ ഒരു ചെറിയ രാഷ്ട്രമല്ലല്ലോ. അതാണ് ഇത്രയും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളും ഇത്രയും ജനസംഖ്യയും ഇതൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ചരിത്രം കൂടെ നമുക്ക് പരിശോധിക്കാതെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പറയാൻ പറ്റില്ല. ഒന്ന്, കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു പ്രത്യേകതര ചരിത്രമുണ്ട്. നോർമലി വന്നിട്ടുണ്ടിരുന്ന ഇലക്ഷൻ ഉണ്ടായിരുന്നു രാജ്യസഭ 52 മുതൽ 67 വരെ കോൺഗ്രസ് ആധിപത്യ, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അടിസ്ഥാനപരമായി ആർട്ടിക്കിൾ 356 അല്ലേ, 56-നെ ദുരുപയോഗം ചെയ്യുന്നത് പിരിച്ചുവിട്ടു. എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധി ഒരു 50 തവണയും നെഹ്റു ഒരു 8 തവണയും ഒക്കെ പിരിച്ചുവിടലുകളുടെ ഒരു പ്രഹേളിക തന്നെ. ഈയിടെയായിട്ട് ഇത് പിരിച്ചുവിടലില്ല. കാരണം പിരിച്ചുവിടാരെ പിരിച്ചുവിടുന്നില്ല. ഇതൊരു പിരിച്ചുവിടൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യവുമല്ല. അവർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അവർ കാണിച്ച പ്രത്യേകമാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ തന്നെ മറുപടി കൊടുത്തോളൂ. അത് JB നദ്ദ ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ആരാണത് നശിപ്പിച്ചത്? ഈ ഓർഡർ അത് കോൺഗ്രസിന്റെ മുകളിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്നാൽ ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്രയങ്ങളെ അതിനെ എന്ത് ചെയ്തു? ഇത്തരത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് സംസ്ഥാന തലത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുന്ന രീതി, അത് വലിയ രീതിയിൽ നമുക്ക് പിന്നോട്ടടിച്ചു. മാത്രമല്ല, വേറൊരു പ്രധാന കാര്യം, ഈ MLA തന്നെ MP നിൽക്കും. അവിടെ പിന്നെയും റീഇലക്ഷൻ വരും, ബൈ ഇലക്ഷൻ. സത്യത്തിൽ അതൊക്കെ നിയമപരമായി നിരോധിക്കേണ്ട കാര്യമാണ്. എന്നാൽ പോലും അങ്ങനെ വരുന്ന ഒരു എൻ്റെ ബാക്കിപത്രമാണ് എന്ത് ചെയ്യുന്നത്, പല പല വിഷയങ്ങൾ. അത് നമ്മൾ പറഞ്ഞ പോലെ നികുതി പണത്തിൽ നിന്നും വലിയൊരു തുക ചെലവാകുന്നത്, 2 അസ്ഥിരമായ സർക്കാരുകൾ വരുന്നത്. ഇതിൽ നിന്നാണ് സത്യത്തിൽ രാംനാഥ് കോവിന്ദുമായി ബന്ധപ്പെട്ടുള്ള അധ്യക്ഷനായിരുന്നു ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്, അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു, ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെല്ലാം ആ കമ്മിറ്റിയിൽ അംഗങ്ങളുമായിരുന്നു. അവരാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നത്. അതായത് ഒരു രാഷ്ട്രത്തിന് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പ്രായോഗിക തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ദേശീയതലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും സംസാരിക്കുന്നത്. നമുക്ക് ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണോ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് പ്രശ്നങ്ങൾ നടക്കുക, ഇന്ത്യയുടെ വടക്ക് നടക്കുന്നത് അല്ല, ഇന്ത്യയുടെ ഈസ്റ്റേൺ പോർഷനിൽ നടക്കുന്നത് എല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അവിടെ പ്രാദേശിക പൊളിറ്റിക്സ് ഉണ്ട്, പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇലക്ഷൻ വയ്ക്കുന്നു. ലോക്സഭയിൽ ഇലക്ഷന്റെ രീതിയാണോ ഇവിടെ നിയമസഭയിലേക്ക് വരുന്നത്? ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. അപ്പം ഇത് ഒന്ന് സത്യത്തിൽ ഞാൻ കുറച്ചു മുന്നേ ശ്രീത്തുമണിക്കരുമായിട്ടും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ടേം ഉപയോഗിച്ചത് എനിക്ക് റീകോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. അത് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, ഇത് കേന്ദ്രതലത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ളതുപോലെ തന്നെ ഇപ്പം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ ലഭിച്ചില്ല. പക്ഷേ പിന്തുണ ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയം അവർക്ക് നേടാൻ സാധിച്ചത് അവർ അഴിച്ചുപണി നടത്തിയത് അല്ല. എപ്പോഴും അങ്ങനെയാണ്. BJP സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും കാര്യത്തിന് അബദ്ധം പറ്റിയാൽ അവർ ആ പിഴവ് തിരുത്താൻ സർവ്വശക്തി ഉപയോഗിച്ച് ശ്രമിക്കും. കോൺഗ്രസ് സാധിക്കാത്തതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് അവർക്ക് തിരുത്തലുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള തിരുത്തലുകൾക്കുള്ള സാധ്യതകൾ കുറയും. അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ രാഷ്ട്രീയ സാധ്യതകൾ കുറയും. അവരുടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ശ്രദ്ധയിൽ പോലും പെടാത്ത രീതിയിലേക്ക് മാറും. അതുപോലെ തന്നെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കെ തന്നെ അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല മേഖലകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം കൃഷി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സഹകരണ വകുപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർമി. ഓക്കെ, നമുക്ക് ആർമി, ഇതിലെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യമായ സ്ഥിതിക്ക് നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട എത്രയോ കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണം ഇന്ത്യയുടെ നികുതി പണത്തിൽ നിന്നും ചെലവാക്കുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അതൊരു പ്രധാന പോയിന്റായിട്ട് എടുക്കണമെന്നുള്ളത് പോലും ചർച്ചകൾ ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഇത് പലരും ഇതിനെതിരെ ഇപ്പം വിമർശനം എത്തുന്നവർ പറയുന്ന ഒരു കാര്യം, ഇതൊരു ലോജിസ്റ്റിക് സപ്പോർട്ടാണ്. കാരണം ഇത്രയും നമ്മുടെ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള ഈ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ട് ഇത് ഈ 2029 നടക്കൂല എന്നാണ്. 24 25 പോകുന്നു, ഒരു മാസം ഇല്ല. അങ്ങനെ അത്ര സംവിധാനം. വേറൊന്നും ഈ സുരക്ഷാ സംവിധാനം ഒരുക്കണ്ടേ? ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മളെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളിപ്പോൾ കേരള പോലീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവിടെ പോകും. അതുപോലെ CRP പല സംസ്ഥാനങ്ങളിൽ നിയോഗിക്കും. അപ്പോൾ ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കും. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതങ്ങ് പോകും. പക്ഷേ ഈ ചില നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെപ്പോലുള്ള ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ അഡീഷണലായിട്ട് നമ്മൾ പിന്നെ പോലീസിനല്ല വെറുതെ പട്ടാളത്തിന് ഇടേണ്ടി വരും. പട്ടാളക്കാർക്ക് ജോലി ഇതല്ല. പിന്നെ ഈ പട്ടാളത്തിന് നിയോഗിച്ചാൽ സംഭവിക്കാനുള്ള ഒരു അബദ്ധം, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഏജന്റന്മാരായി പട്ടാളത്തിന് ഇറക്കിയെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആരാണോ അവർ വളം വയ്ക്കും. അതാണ് പ്രായോഗിക തലത്തിൽ ഈ ബില്ല് നിയമമാകുന്നത് സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. അതിന് ഒപ്പം തന്നെ നമ്മൾ സംസാരിക്കേണ്ടതാണ് മറ്റെന്താണ് പ്രാക്ടിക്കൽ ലെവലിൽ ഇത് ഇപ്പോഴത്തെയുള്ള പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ. ഒന്ന്, പണം മാറ്റി വെച്ചാൽ തന്നെയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നവംബർ 13 നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ ഞങ്ങൾ വിചാരിക്കുന്നത് കേരളത്തിൽ വന്ന ബൈ ഇലക്ഷനിൽ 1 2 എന്നാണ്. അല്ല, ഇന്ത്യ മൊത്തം ബൈ ഇലക്ഷൻ്റെ ഒരു സമയവും പലയിടങ്ങളിലും പല തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അസ്ഥിരമാകുന്ന സർക്കാരുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകും. അപ്പം ഏതെങ്കിലും ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടു എന്ന് തന്നെ വിചാരിക്കൂ, തൊട്ടടുത്ത ഒരു കൊല്ലത്തിൻ്റെ അടുത്ത ഇലക്ഷൻ നടത്തേണ്ടുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രധാന പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ പ്രശ്നത്തിലായ സാധ്യതയുണ്ട്. നമ്മൾ ഉദാഹരണം കേരളം തന്നെ എടുക്കാം. നമ്മൾ കേരളത്തിൻ്റെ സംസ്ഥാന രാഷ്ട്രീയം തന്നെ നമുക്ക് നടക്കാം. ഇപ്പം 52 മുതൽ 57 വരെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ അന്ന് തിരുക്കൊച്ചിയും മലബാറും ഇതൊക്കെയാണല്ലോ. അന്ന് പോലും മന്ത്രിസഭകൾ അസ്ഥിരമായിരുന്നു. എല്ലാം വളരെ കുറച്ച് നാളെ ഭരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 57 EMS മന്ത്രിസഭ വരുന്നു, കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുന്നു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? 60 ഇലക്ഷൻ വയ്ക്കുന്നു. അവർ 64 വരെ പോയി. പിന്നെ 64 ആർ ശങ്കർ മന്ത്രിസഭ വീഴുന്നു. പിന്നെ പ്രസിഡന്റ് ഭരണം വരുന്നു. 65 തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അത് കഴിഞ്ഞ് 67 നടക്കുന്നു. 67 EMS മന്ത്രിസഭ വരുന്നു, സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ വരുന്നു. പക്ഷേ ആ മന്ത്രിസഭ 69 താഴെ വീഴുന്നു. പിന്നെ 70 പിന്നെ അച്യുതൻ മുഖ്യമന്ത്രി. പിന്നെ 70 ഇലക്ഷൻ നടത്തുന്നു. ആ അച്യുതൻ തന്നെ വീണ്ടും വരുന്നു. 70 വരുന്നു. പിന്നെ 77 വരെ, കാരണം അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് ഇലക്ഷൻ നീട്ടി നിയമസഭകളുടെ പാർലമെന്റിന്റെ കാലം നീട്ടി 77 വരെ പോയി. അത് കഴിഞ്ഞ് 77 കെ കരുണാകരൻ മുഖ്യമന്ത്രിയാവും. രാജൻ കേസിൽ കരുണാകരൻ രാജിവെക്കും. അത് കഴിഞ്ഞ് AK ആന്റണി മുഖ്യമന്ത്രിയാവും. അതാണ് വിചിത്രമാണത്. അത് കഴിഞ്ഞ് AK ആന്റണി രാജിവെക്കുന്നു. ചിക്കമംഗളൂരിൽ ഇന്ദിരാഗാന്ധി പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് ആന്റണി വേറെ വിട്ടു വയ്ക്കാന്നല്ലോ, വേറെ ഭാഗം രാജിവെക്കുന്നു. പകരം PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയാവും. PK വാസുദേവൻ നായർ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാവുന്നു. അതൊരു തീരെ ഒരു വളരെ കുറച്ച് നാൾ പോയ ഒരു മന്ത്രിസഭയായിരുന്നു. നമ്മൾ നീലവദാസൊക്കെ മന്ത്രിയായിരുന്നു. അത് താഴെ വീഴുന്നു. പിന്നെ EK നായനാർ വരുന്നു 80. EK നായനാർ മന്ത്രിസഭ 81 താഴെ വീഴുന്നു. അടുത്ത് കെ കരുണാകരൻ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ, അതിന് ആകാടെ സ്പീക്കറെ കാശ് ഇങ്ങോട്ടുകൊണ്ടാണ് അത് നേരുന്നത്. പിന്നെ 82 ഇലക്ഷൻ നടത്തുന്നു. കെ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്. പക്ഷേ 87 നായനാർ മന്ത്രിസഭ കാണിച്ച ഒരു അബദ്ധം, അവർക്ക് 92 വരെ തുടരാമായിരുന്നു. പക്ഷേ 91 ഈ ജില്ലാ കൗൺസിലുകൾ, ജില്ലാ പഞ്ചായത്തല്ല, അന്ന് ജില്ലാ കൗൺസിലായിരുന്നു. 90 91 ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയില്ല. അതൊരു വൻ വിജയമായിരുന്നു LDF. എന്നാൽ ഈ വിജയം നമുക്ക് ഇനിയും നിലനിർത്താൻ കഴിയും എന്ന് കരുതി 91 ഒരു വർഷം നേരത്തെ ഈ ലോക്സഭ ഇലക്ഷൻ നടന്ന സമയത്ത് തന്നെ ഇവരും കൂടെ രാജിവെച്ചെങ്കിൽ ഇലക്ഷൻ നടത്തി ഭരണം കിട്ടിയതുമില്ല. പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ല, ഇങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ മാറിയെങ്കിൽ പോലും പിന്നെ അതങ്ങ് പോയി. പക്ഷേ ഈ പണ്ട് അസ്ഥിരതയാണ് കേരളത്തിൽ.
നാഷണൽ ലെവലിൽ നമ്മൾ ആലോചിച്ചു ഇതിനെന്താ പക്ഷേ ബ്യൂറോക്രസിക്ക് പ്രശ്നങ്ങൾ വരുന്നു. ആണല്ലോ. ഭരണ അസ്ഥിരത ഉണ്ടാവും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ഒന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു. പിന്നെ സാധാരണക്കാരായ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ക്ഷേമ പരിപാടികളൊക്കെ അനൗൺസ് ചെയ്യാനുള്ള ചില താൽക്കാലികമായുള്ള പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഒരുപാട് നിയമചട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഡിലേ വരും. അപ്പം ഈ അസ്ഥിരത ഇത് കേരളത്തിൽ ഇത്രയാണെങ്കിൽ മറ്റുള്ള എത്രയോ ഇടങ്ങളിൽ ഇതിൻ്റെ ഇരട്ടിയുടെ ബഹളമായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത് സത്യത്തിൽ നമുക്കാർക്കും മനസ്സിലാത്തൊരു പ്രഹേളിക പോലെ. അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 67 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കോൺഗ്രസ് മന്ത്രിസഭ തന്നെ വരുന്നു. പക്ഷേ 67 ഈ ഒരു മന്ത്രിസഭ 70 അവർ തെരഞ്ഞെടുപ്പിനെ നേരിടെയാണ് എടുത്ത് വീണ്ടും. പിന്നെ 71 തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അത് എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ ആ ലഹരിയിൽ 72 വരെ കാലാവധി ഉണ്ടായിരുന്ന സഭ പിരിച്ചുവിട്ടിട്ട് 71 ഇലക്ഷൻ നടത്തുന്നു. എന്നിട്ട് അതിശക്തമായി തിരിച്ചു വരുന്നു. അവിടെ തുടങ്ങിയ പ്രശ്നം വീണ്ടും പിന്നെ ബഹളം തുടങ്ങിയല്ലോ. അപ്പോൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാന കാരണക്കാർ കോൺഗ്രസ്സുകാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും ഇവിടെ ഇന്നിപ്പം ഫെഡറൽ വ്യവസ്ഥിതിയെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നാണ് പാർലമെന്റിലേക്ക് ഇവരുടെ ബഹളം. സത്യത്തിൽ അട്ടിമറിച്ചത് ആരാണെന്നത് ചരിത്രം പഠിച്ചാൽ മാത്രം മനസ്സിലാകും. ഏറ്റവും കൂടുതൽ 352 നാട്ടിൽ മിസ്യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ അത് ഇവരാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം ചേട്ടാ, ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഒരു സർക്കാർ ഭരണകൂടം അട്ടിമറിക്കപ്പെടുക അല്ലെങ്കിൽ വീഴ്ച താഴെ വീഴുന്ന ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പിന്നെയും കാത്തിരിക്കണം. ഭരണ അസ്ഥിരത തുടർന്ന് ഒരു വർഷം. പിണറായി മന്ത്രിസഭയ്ക്ക് ഇനി 2026 വരെ ഉള്ളൂ. ഇതിനിടയ്ക്ക് മന്ത്രിസഭ താഴെ വേണമെന്നിരിക്കട്ടെ, അപ്പം നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തിയാൽ അടുത്ത് വരുന്ന ആൾക്ക് 6 മാസം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇൻ കേസ് നിയമം ആയി കഴിഞ്ഞാൽ ഇവരെങ്ങനെയും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ മറ്റു തരത്തിലുള്ളൊരു ഭരണരീതി വരും. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെയുള്ളൊരു പ്രതിസന്ധിയാണുള്ളത്. പക്ഷേ എനിക്കിത് എൻ്റെ വ്യക്തിപരമായ ഒരു ഒബ്സർവേഷനിൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു പോവുക എന്നതിനപ്പുറമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു സാധനമുണ്ട്, ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. ഇപ്പം അത് എടുത്തു പറയണം നമ്മൾ. അതായത് ഇപ്പം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് മത്സരിച്ച് ഇവിടെ നിന്ന് കയറി പോവുക. ഇപ്പം രാഹുൽ ഗാന്ധി 2 മത്സരിക്കുന്നു, ഇവിടെ നിന്ന് രാജിവെക്കുന്നു, അപ്പോൾ അടുത്ത ആൾ വരുന്നു മത്സരിക്കുന്നു. കോൺഗ്രസിന് പൈസ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അത് ഇത് കോൺഗ്രസിൻ്റെ പഴയ കൾച്ചറാണ്. ഇന്ദിരാഗാന്ധിക്ക് ആദ്യം ഒരു മണ്ഡലത്തിൽ മത്സരിക്കുള്ളായിരുന്നു. ഇപ്പോൾ 77 റായ്ബറേലിയിൽ പരാജയപ്പെട്ടതിന് ശേഷം 80 ജനതാ മന്ത്രിസഭ വീണതിന് ശേഷം അവർ വീണ്ടും ഇലക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് ആത്മവിശ്വാസം എല്ലാവരും ഇരിക്കാം. റായ്ബറേലിലും മത്സരിച്ചു, അന്ന് ആന്ധ്രയാണ്, ആന്ധ്രാപ്രദേശിലെ മേധക്കിലും മത്സരിച്ചു, 2 ജയിച്ചു, തെക്കേ ഇന്ത്യ അങ്ങ് വിട്ടു. അപ്പോൾ നമ്മൾ ഇവർക്ക് എല്ലാം ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമാണ്. സോണിയാഗാന്ധി അവർ റായ്ബറേലിൽ മത്സരിച്ചപ്പോൾ തന്നെ കർണാടകയിൽ മത്സരിച്ചു, കർണാടകത്തിലും ജയിച്ചു, കർണാടകം രാജിവെച്ചു. കൊല്ലത്ത് മുകേഷ് MLA ആവുന്നു, MP ആയിട്ട് മത്സരിക്കുന്നു. ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഒരിടത്ത് നിന്ന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടെങ്കിൽ അയാളാതെ എന്താ പറയുക, മണ്ഡലത്തിലെയോ തദ്ദേശ സ്ഥാപനങ്ങളിലെയോ എവിടെയായിക്കോട്ടെ കാലാവധി പൂർത്തിയാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങനെ അല്ലാതെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുവാദം കൊടുക്കരുത്. കാര്യം അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നതും അത് ഇലക്ഷൻ കമ്മീഷൻ അധിക ബാധ്യതയാവുന്നതും അത് പാർട്ടികൾ കൂടി അധിക ഫണ്ട് കണ്ടെത്തേണ്ടി വരുന്നതും. പാർട്ടികൾക്ക് അധിക ഫണ്ട് കണ്ടെത്താൻ നാട്ടുകാരുടെ മേലേക്ക് തന്നെ വരുമെന്നുള്ളത് ഉറപ്പുള്ളത്. പാർട്ടി എന്ന് പറയുമ്പോൾ നാട്ടുകാരെ പൈസ കൊടുക്കേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇപ്പൊ JPC വരുന്ന നല്ല കാര്യമാണ്. കാരണം വല്ല ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരായിരിക്കും എല്ലാ പാർട്ടികളും നിർദ്ദേശിക്കുന്നത്. മുമ്പല്ലല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണും. JPC ആകുമ്പോൾ അങ്ങനെയാണ്. പ്രധാനപ്പെട്ട പാർലമെന്റിലെ അംഗത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങൾ കാണും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതെന്തായാലും പരിഷ്കാരം വരുത്താൻ പോകണല്ലോ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടെ വരുത്തണം. വനജ പറഞ്ഞതുപോലെ ഈ തൊട്ടാനും പിടിച്ചവർ ഇവിടെ നിന്ന് ജയിച്ച് അങ്ങോട്ടും, അവിടെ നിന്ന് ജയിച്ച് ഇങ്ങോട്ട് വരും. ലോക്സഭ രാജിവെച്ചൊരു നിയമസഭ രാജ്യസഭയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ട് റിപ്പോർട്ട്, ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ റിപ്പോർട്ട് കണ്ടു. അതിൽ ഈ പ്രിയങ്ക ഗാന്ധി ഇവർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് ചോദിച്ചിട്ട് പോലും പല ആളുകൾക്കും കേരളത്തിൽ തന്നെ പല ആൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ വോട്ട് ചെയ്യുന്നത് പാർട്ടി ചിഹ്നം നോക്കി മാത്രമാണ്. കൈപ്പത്തി എന്താ പറയാ
CPM-ന്റെ അതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ പറയുന്ന ചിഹ്നം നോക്കി കുത്തുക എന്നുള്ളതാണ്. വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പ്രാതിനിധ്യമൊന്നുമില്ല. അപ്പം ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തമായി അവരുകൂടി കാണേണ്ടതുണ്ട്. അതായത് ഈ വ്യക്തികൾ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ അവർക്ക് തോന്നുകയാണ് അപ്പം ഇവിടെ കൂടെ മത്സരിച്ചേക്കാം, എന്നാൽ റായ്ബറേലിയിൽ നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം വയനാട്ടിൽ നിൽക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അവർക്ക് എവിടെന്നെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതി എന്നതിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇടപെടലുകളും നടത്തുന്ന മികച്ച ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ജനങ്ങൾ തീർച്ചയായും ജയിപ്പിക്കും. ആ കോൺഫിഡൻസ് അവർക്ക് പോകുന്നതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്. അത് ഒന്ന് നമുക്കൊരു ആത്മവിശ്വാസം വേണം, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ വിശ്വാസം വേണം. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ യവന്മാരെ നമ്മളെ കാല് വാരുമെന്ന് സംശയിച്ച് തെക്കേ ഇന്ത്യ പോയി നിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല. ശരി, അങ്ങനെ ശരി, രണ്ടാം ജയിച്ചിട്ട് കിട്ടെ, എന്തിനാണ് തെക്കേ ഇന്ത്യവരെല്ലാം കൈവിടുന്നത്? അപ്പോൾ നമ്മൾ രണ്ടാം പൗരന്മാരാണ്. ഇവർക്ക് തൽക്കാലത്തേക്ക് ഒരു സേഫ്റ്റി നൽകാൻ വേണ്ടിയുള്ളവരാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയത്. ഇതൊരിക്കലും ഇത് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നാളത്തെ തലമുറ, യുവതലമുറ ഇതൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാം ഈ അഭയം തേടി വരികയും രാഷ്ട്രീയക്കളി വരുമ്പോൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യുകയാണ്. ഇപ്പം രാഷ്ട്രീയം പറയല്ലെങ്കിൽ പോലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാലസ്തീൻ്റെ ബാഗ് കൊണ്ടുവന്നു, ഇന്ന് ബംഗ്ലാദേശിലേക്ക് ബാഗ് കൊണ്ടുവന്നു. നല്ല കാര്യമാണ്. അത് അവർക്ക് അവരുടേതായ നിലപാടുണ്ടായിരിക്കാം, അവരത് പ്രഖ്യാപിക്കട്ടെ. പക്ഷേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്നലെ പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട ആദിവാസിയെ എത്ര ക്രൂരമായിട്ടാണ് ഒരു സംഘം മർദ്ദിച്ച് കൈകാര്യം ചെയ്തത്. ഞാൻ കരുതി അവർ പാർലമെൻറ്റിലെങ്കിലും അവർക്ക് ഇക്കാര്യം അവർക്ക് ഉന്നയിക്കാമായിരുന്നു. കേരളം ഭരിക്കുന്ന കോൺഗ്രസ് ഒന്നുമല്ല, LDF ആണ് ഭരിക്കുന്നത്. ഈ വിഷയം പോലും അവർക്ക് അവിടെ LDF എല്ലാം ഒന്നാണ്, ഇന്ത്യ മുന്നണിയാണ്. അല്ല എങ്കിൽ പോലും അതൊന്ന് പറയാമായിരുന്നു. വയനാടിന് ആവശ്യമായ സഹായം കിട്ടിയില്ല. പ്രസ്താവന നടത്തിയെന്ന് തോന്നുന്നു, ഇങ്ങനെ നടപടി എടുക്കണം പ്രസ്താവനയാണ്. പ്രസ്താവന അത് ചിലപ്പോൾ പ്രിയങ്ക അറിഞ്ഞാലും കാണില്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഓഫീസ് കാണില്ല, അവരുടെ പ്രസ്ഥാനം നടത്തും. അതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇക്കാര്യമൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നേ. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിന് കേന്ദ്രം വയനാട്ടിലേക്ക് ഫണ്ട് തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ കുഴപ്പമെന്താണെന്നുള്ള പ്രിയങ്ക പ്രസംഗിക്കണ്ടേ? പാലസ്തീനെയും ബംഗ്ലാദേശിനൊക്കെ അനുഭവിക്കണം നല്ല കാര്യം തന്നെയാണ്. ഞാൻ പ്രിയങ്ക ഗാന്ധി അധികാരത്തിലെത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ ന്യൂസ് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന്. നിലവിൽ നിർമ്മല സീതാരാമനൊക്കെ അല്ലാതെ ഒരു സ്ട്രോങ് ആയി നിൽക്കുന്നത്, ഇപ്പോൾ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നത് പോലെയൊന്നും ഒരു സ്ട്രോങ് ആയ ഒരു വനിതാ നേതാവിൻ്റെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രിയങ്ക ഗാന്ധി സത്യത്തിൽ ആ തലത്തിലേക്ക് ഉയരുകയാണോ? കാര്യം നമുക്കറിയാം, ഒന്ന് ഗാന്ധി കുടുംബത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെ ഡിറ്റോ വേഷഭൂഷാദികളെല്ലാം അങ്ങനെ തന്നെ വരുന്ന ഒരാൾ. സ്വാഭാവികമായിട്ടും അങ്ങനെ നല്ല ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ എന്നെ നിരാശപ്പെടുത്തുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പാർലമെന്റിൽ. അതിന് മാത്രമല്ല, എല്ലാം എന്തൊക്കെയാണോ സ്ഥിരമായി അടിച്ചുവിടുന്ന ജാർഗണുകൾ, പൊളിറ്റിക്കൽ ജാർഗണുകൾ, കുറേ അംബാനി, കുറേ അദാനി, എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിരീക്ഷണം നടത്തുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് എനിക്കിവിടെ അത് ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പ് അതൊന്നും ഇല്ല. പ്രിയങ്കാന്തിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ഈ ചേട്ടൻ ഈ പറഞ്ഞ പോലെ വയനാട് വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ നിഷ്പക്ഷമായ അതിനകത്ത് നിലപാടൊന്നുമില്ല. ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ കേരള സർക്കാരിന് വീഴ്ച ഒരുപാട് പറ്റിയിട്ടുണ്ട് വിഷയത്തിൽ. കേരള സർക്കാർ ഇവിടെ സഭ നിരന്തരം ഇവർ ബഹിഷ്കരിച്ച് പിരിയുന്ന സമയം വന്നപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ന്യായമുണ്ട്. നമ്മുടെ ജനങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മുടെ വിഷയങ്ങൾ പറയാനാണ്, അല്ലാതെ അദാനിയുടെ പേരും പറഞ്ഞ ദിവസം സഭ ബഹിഷ്കരിക്കലല്ല പരിപാടി. ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സഭ കൂടണമെങ്കിൽ എത്ര രൂപയുടെ ചെലവുണ്ടെന്നറിയാമോ? ഇവർ ഈ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം പറയുമ്പോൾ ഒരു ദിവസം സഭ കൊണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് അവിടെ ചെലവ്, കോടികളുടെ അടുത്ത് വരും. അപ്പൊ ഇത്രയും ചെലവും കൊടുത്ത് ഇവരവിടെ നമ്മുടെ ചെലവിൽ പോയി നിൽക്കുന്ന ആളുകൾ. ഒന്ന് ഈ വയനാട്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുക്കാൻ ഒരുപാട് വൈകി. കേന്ദ്രത്തിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഇവർ പറയുന്നത് പോലെ 2500 കോടിയുടെ ഒരു ഞങ്ങളൊരു പേപ്പറിൽ അതെ. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് 660 കോടിയോളം രൂപ കിടക്കുകയും അതെടുത്ത് ചെലവാക്കി മറ്റേത് പ്ലാനിങ് ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി റീബിൽഡ് ചെയ്യാൻ ഒരുങ്ങണം. ഇതിപ്പോൾ അടിസ്ഥാനപരമായി അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലോ ജനങ്ങൾ എന്താണ് ഇവരെ ഒരു വിശ്വസിച്ച് നമുക്കൊരു താങ്ങും തണലും ആണെന്ന് വിചാരിച്ചു നമുക്ക് മുഴുവൻ പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഈ ആളെ തെരഞ്ഞെടുത്തത് നമ്മുടെ പ്രതിനിധിയാണ്. പക്ഷെ പ്രിയങ്ക ഗാന്ധി ഞാൻ വളരെ വളരെ നിരാശയിലായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം വാസ് ലൈക്ക് നമുക്ക് ഒട്ടും അവരുടെ ഒരു മെച്യൂരിറ്റിയോ പ്രായത്തിന്റെ മെച്യൂരിറ്റിയും പോട്ടെ, അവർക്കൊരു പൊളിറ്റിക്കൽ ഒരു ദീർഘവീക്ഷണമൊന്നും ഇല്ലാത്ത പോലെ ആയിപ്പോയി. ഈ നിർമ്മല സീതാരാമനെ കുറിച്ച് പറയുമ്പോൾ അവർ ഒരുപാട് കാലം രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ MP ഒന്നും ആയിരുന്ന ആളല്ല. പക്ഷേ പാർലമെന്റിൽ അവർ ഗംഭീര പെർഫോമൻസ്, എല്ലാത്തിനും അവർ മറുപടി
പറയുന്നുണ്ട്. അവർ കൃത്യമായ മറുപടി, ആ നല്ല മറുപടി. ഇത് അവർ മാധ്യമപ്രവർത്തകരായിരുന്നു നേരത്തെ BBC-യിലോ മറ്റോ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ. ഷാർപ്പായിട്ട് അവർ വളരെ ഭംഗിയായി തന്നെ മറുപടി പറയേണ്ടതന്നെയാണ്. അപ്പോൾ ഈ JPC കൂടുമ്പം ഇവർ ഇതിന്റെ JPC-യുടെ മുന്നിൽ വരുന്ന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരാൾ അധ്യക്ഷനായിരിക്കും, ഒരു പ്രമുഖനായ ഒരാൾ അധ്യക്ഷനായിരിക്കും. പിന്നെ ബാക്കി അംഗങ്ങൾ ഇവർ മീറ്റിംഗ് കൂടുന്നു. ഇവർ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെ അവർ അഭിപ്രായം സ്വീകരിക്കും. എല്ലാവരും സന്ദർശിക്കും. JPC എല്ലായിടത്തും പോയി അവർ ഇത് JPC എന്ന് പറഞ്ഞ പാർലമെന്റിലെ വലിയൊരു സമിതിയാണ്. പണ്ട് സ്പെക്ട്രൽ അന്വേഷണം PC ചാക്കോ ചെയർമാനൊക്കെ ആയിരുന്ന സമിതി പോലെയാണ്. പാർലമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട JPC എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സമിതിയാണ്. അപ്പോൾ ഈ സമിതി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇനി ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്രതിപക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആശങ്കകളും അവർക്കുള്ള നിർദ്ദേശങ്ങളും അതിൽ പങ്കുവയ്ക്കാം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സഭയിൽ എന്ത് സംസാരിച്ചാലും അവിടെ കിടന്ന് ബഹളം വെച്ച് ഇന്ന് സ്പീക്കർ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, പക്ഷേ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും എന്നാണ് പറഞ്ഞത്. ഇത് ശിവതാണ്ഡവം കളിച്ച് കേരളത്തിൽ നടന്ന പോലെയാണ്. പലപ്പോഴും മാനേജാ നമ്മൾ പലപ്പോഴും ലൂസ് ടോക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തന്നെയാണെങ്കിലും ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ MLA ആണ്, MP ആണ്, ആരായിക്കോട്ടെ, ഇവർ അവിടെ നടക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയയിൽ എത്രമാത്രം പങ്കുവെക്കുന്നു നമ്മളാണ്. ഇവർ ബഹളം വയ്ക്കുന്നു, നമ്മളെ ചാനലും പത്രത്തിലൊക്കെ നമ്മളൊക്കെ വാർത്ത കൊടുക്കും. പക്ഷേ ഒരു പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോഴോ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴോ ഇവരുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ എത്ര നിർദ്ദേശങ്ങളുണ്ടാകുന്നു. അല്ല അതാണ് ഞാൻ MLA-മാർക്കെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇത് ഇവർ എത്ര പേര് ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ അവരെ പങ്കെടുക്കുകയോ അതിൽ ചർച്ച നടത്തുകയോ. കാരണം ഈ നിയമനിർമ്മാണ ഇത്തരത്തിലുള്ള നമ്മളിവിടുന്ന് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോൾ ഓർത്തതാണ്. കൊല്ലം ജില്ലാ CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വിമർശനം യുവത്വം പാർലമെന്റിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് റഹീമിനെ അയച്ചത്. റഹീമിനെ വിട്ടത് എന്തിനാണെന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചോദിച്ചത്. അതായത് ഇവിടുന്ന് പോയത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ ഇതുവരെയും ആരെങ്കിലും സുരേഷ് ഗോപിയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ റഹീമൊന്നും മിണ്ടുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ക്രിയാത്മകമായി ഇടപെടുകയും അല്ല എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളല്ല. സത്യത്തിൽ ഇന്ത്യ തന്നെ കോംപ്ലിക്കേറ്റഡ്. പല രാജ്യങ്ങളിലും ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് നടത്തുന്നത്. ഇത് പാകിസ്ഥാനിലെ പോലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്, നമ്മുടെ അയൽ രാജ്യമാണെങ്കിൽ പോലും. പക്ഷേ അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ അടിസ്ഥാനത്തിൽ പണി പാളി കൊണ്ടാണ്. മാത്രമല്ല അന്ന് ഈ ഇലക്ഷൻ യന്ത്രമല്ല, മറ്റേ പെട്ടിയാണ്. പെട്ടി സഹിക്കാം. ഈ യന്ത്രം എന്ന് പറയുന്നത് ഇത്രയും യന്ത്രം നമ്മൾ കണ്ടെത്തണം. ചിലരിപ്പം പറയുന്നത് ഒരു 10 വർഷമെങ്കിലും എടുക്കുന്നതാണ് ഈ പറഞ്ഞ ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയെടുക്കാൻ. ഇൻഫ്രാസ്ട്രക്ചർ വരണമെങ്കിൽ 10 വർഷം എടുക്കും. മൊത്തം ഫോർമാറ്റ് വരണം. ഈ ആദ്യ കമ്മിറ്റി ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പേപ്പറിൽ നിന്നും മെഷീനിലാവാൻ എത്ര വർഷം എടുത്തു. അപ്പോൾ ഈ ആദ്യം ഒരു നിർദ്ദേശം വെച്ചിരുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും കൂടെ ഇക്കൂട്ടത്തിൽ നടത്തണമെന്നാണ്. പക്ഷെ എന്തായാലും അത് വേണ്ടാന്ന് വെച്ചു. കാരണം അത് നടക്കില്ലെന്ന് മനസ്സിലായി. കാരണം അതൊരു അസാധ്യമായ കാര്യമാണ്. അപ്പം ഇപ്പോഴത്തെ പക്ഷേ ഇവരുടെ നിർദ്ദേശം വെച്ചിരിക്കുന്നത് 100 ദിവസം കഴിഞ്ഞ്, അതായത് ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭയും അസംബ്ലിയും കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞ് നടത്താമെന്നാണ്. എന്തായാലും എൻ്റെ JPC കൂടട്ടെ, തീരുമാനങ്ങൾ എടുത്തു. നമുക്ക് ഇനി ഫ്ലെക്സ് ബോർഡിൽ മാറ്റാൻ കുറച്ച് റോഡ് നടക്കുന്നുണ്ട്. അതുകൂടെ ചേട്ടാ അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമ അദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ നമ്മളെ സാധാരണക്കാർ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നിലപാട് വന്നത് അത് ഭയങ്കര സ്വാഗതാർഹമാണ്. ശരിക്കും നല്ല കാര്യമാണ് ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുന്നത്. കാരണം നമ്മളെ ഈ ഇത്രയും പ്രകൃതിക്ക് ദോഷം വരുന്നൊരു സാധനമാണ്. പ്രകൃതിക്ക് ദോഷം എന്നല്ല, ഈ പണ്ട് എപ്പോഴും ഈ സന്തോഷ് ജോർജുള്ളതൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ വളരെ രസത്തിൽ കേട്ടിട്ടുണ്ട്. ഒന്ന് ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ നമ്മൾ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് നിയമപരമായി അങ്ങനെ ഭംഗിയിൽ നിർമ്മിക്കണം എന്നത് അവരുടെ നിയമപരമായുള്ള കാര്യമാണ്. അപ്പം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ചുറ്റുമൊന്ന് 360 ഡിഗ്രിയിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ സമൂഹം നമുക്ക് വ്യക്തമാവുന്നത്. ഇവിടെ ഒരു ഇത്തിരി സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൂടി പോയി പോസ്റ്റർ പതിപ്പിക്കും. എന്താണ് തിരുവനന്തപുരം DCCയുടെ 156ാമത് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ഗോപാലകൃഷ്ണനെ അഭിനന്ദനങ്ങൾ. ഇത് പൈസ കൊടുക്കുന്ന ആര്? ഈ ഗോപാലകൃഷ്ണൻ തന്നെയാണ് കൊടുക്കുന്നത്, മനസ്സിലായില്ല? അതുപോലെ വേറെ എന്തെങ്കിലും അതുപോലെ രസകര കാര്യമാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ എന്തെങ്കിലും സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഈ അണികൾ ചെയ്യുന്നത് നേതാവിൻ്റെ വലിയൊരു പടം വെച്ചിട്ട് താഴെ സ്വന്തം പടം കൂടെ വയ്ക്കും. അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മറ്റേ SSLC പിള്ളേർ ജയിച്ച പോലെ ഗ്രേഡ് കിട്ടിയതിന്റെ അല്ല കിട്ടിയതുപോലെയാണ് ഈ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ
പ്രധാനപ്പെട്ട ഇപ്പം ആരുടെയും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഇവരുടെ ഇങ്ങനെ അടിക്കുക ഒരു 10-22 പേര് അങ്ങനത്തെ കുറച്ച് നിങ്ങൾക്ക് ഈ കാനഡയിലും അവിടെയൊക്കെ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് യൂറോപ്യൻ നേഷനിലൊക്കെ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കാണും. ഒന്ന് ഡിജിറ്റലാണ്, പൂർണ്ണമായും മൈക്ക് അനൗൺസ്മെന്റ് ഇല്ല, ഈ കുട്ടിക്കലാശം പോലുള്ള കോപ്രായങ്ങളില്ല. അപ്പം ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പബ്ലിസിറ്റിയുടെ ഭാഗമാണെങ്കിൽ വെക്കുക. ഉത്തരവാദിത്തപ്പെട്ട പരിപാടി കഴിഞ്ഞൊരു പരിപാടി ഫ്ലെക്സ് ബോർഡ് അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മളിപ്പോൾ എടുത്ത് മാറ്റി കാണുമായിരിക്കും. എത്രയോ മാസം മുമ്പാണ് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇരിപ്പുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ എന്നേ കഴിഞ്ഞാണ്. അപ്പോൾ ഇത് വെച്ചവനെങ്കിലും ഇത് തിരിച്ച് ഊരിക്കൊണ്ട് പോയിക്കൂടെ നമ്മൾ തോന്നി. ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അത് ജനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കോടതി, ഇങ്ങനെയാണ് കോടതികളുടെ ഒരു പ്രയോജനം, അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. നാളെയാണെന്ന് തോന്നുന്ന അവസാന തീയതി അത് എല്ലാം ഓടുന്നത്. അത് നന്നായി. കാരണം ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും കോടതി ഉത്തരവുള്ളതുകൊണ്ട് ഇത്രയും കാലം അവർക്കത് അറിയാൻ പറ്റുന്ന നിയമമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ പിന്നെ രാഷ്ട്രീയക്കാരെ പേടിച്ചാരും ചെയ്യാതിരുന്നത്. ഏതായാലും രാഷ്ട്രീയക്കാർ മാത്രമല്ല പ്രാഞ്ചിയേട്ടന്മാരും ഒരുപാട് പ്രാഞ്ചികൾ, ഇപ്പോൾ നമ്മുടെ ഈ പ്രാഞ്ചികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ പ്രാഞ്ചിമാർക്കൊക്കെ ദുഃഖം ഉണ്ടാവുമായിരിക്കും, നേതാക്കന്മാർക്ക് ദുഃഖം ഉണ്ടാവുമായിരിക്കും. എങ്കിലും അതൊക്കെ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടി, നമ്മളെ ഭൂമിക്ക് നല്ലതിന് വേണ്ടി എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഏതായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു പ്രക്രിയ അത് എന്ന് തുടങ്ങുമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. 2029 തന്നെ ഉണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും JPC യുടെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഗത്ഭരായ ആൾ തന്നെയായിരിക്കും അതിൽ അംഗമാകുന്നത്. നേരത്തെ മനോജൊക്കെ പറഞ്ഞതുപോലെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഒരുമിച്ചർത്ഥം മാത്രമല്ല, ഇത്തരം ചില വിഷയങ്ങളും കൂടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും രാജിവെച്ച് മാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൂടെ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഇത് സഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ജനങ്ങൾ അവരെ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് അയച്ച ആ ഒരു നടപടിക്ക് ഒരു പൂർണ്ണത വരികയുള്ളൂ. നമസ്കാരം.